സോറി ഗൈസ്, ഇൻട്രോ കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് കാര്യത്തിലോട്ട് കിടക്കും. പക്ഷെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം. സോ എന്ത് പെർഫോമൻസ് ആണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്? സോ ഈ ഒരു വീഡിയോനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കളി ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് ഇവന്മാര് കാണിച്ചു കൂട്ടുന്നത്. സോ വെരി ബാഡ്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മറ്റൊരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. സോ ഈ ഒരു മത്സരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഫാളോ വന്നിട്ടൊന്നും പ്രത്യേകിച്ച് ഈ ബ്ലാസ്റ്റേഴ്സിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഈ ഒരു അവസ്ഥയിൽ ഞാൻ പറയണേ, മാനേജ്മെന്റ് ഔട്ട്. അതായത് ഇത്രയും ഉളുപ്പില്ലാത്ത മാനേജ്മെന്റ് വേറൊരു ക്ലബിനും ഉണ്ടാവില്ല. കാരണം ഇത്ര അപമാനപ്പെട്ടിട്ടും അയാളെ തൊലിക്കട്ടുണ്ടല്ലോ, അത് സമ്മതിക്കാൻ വേണം. ഇപ്പോഴത്തെ കാര്യം എന്താ വെച്ചാൽ, ഒരു പ്രൊഫൈൽ ഇല്ലാത്ത കുറച്ച് വിദേശ താരങ്ങളെ ആരാധകരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർ സൈൻ ചെയ്തിരുന്നു. ഇതിനെ ബെറ്റർ ആയിരുന്നു ISL കളിക്കുന്നതന്നെ കുറച്ച് ഇന്ത്യൻ താരങ്ങളെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ റെലഗേറ്റ് ചെയ്യപ്പെടേണ്ടി വരും. കാരണം ഈ ഒരു ചിന്ത മാനേജ്മെന്റിനും കളിക്കുന്ന താരങ്ങൾക്ക് പോലും ഇല്ല. സോ ഈ ചിന്തകളൊക്കെ ആരാധകർക്ക് മാത്രമേ ഉള്ളൂ. ഒഴിവോട് കൂടെ ഒരു പക്ഷേ ഇനി കോച്ചിനെ സാക്ക് ചെയ്തു എന്നുള്ള വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് മാനേജ്മെന്റ് ഔട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കോച്ചിനെ ഒഴിവാക്കിയോണ്ട് ഒരിക്കലും ഈ ടീം നന്നാവാൻ പോകുന്നില്ല. സോ ആരാധകരെല്ലാം പ്രതിഷേധിക്കേണ്ട സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. സോ ഇനി എന്ന് പ്രതിഷേധിക്കാനാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇനി അടുത്ത മത്സരം ഡൽഹിക്കെതിരെയാണ്. അതും ഇതുപോലെ ടഫ് മാച്ച് ആയിരിക്കും. കൂടുതലായിട്ടൊന്നും പറയാനില്ലടാ, അതാണ് അവസ്ഥ. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോക്ക് ഇൻട്രോ കാര്യമൊന്നും സെറ്റ് ചെയ്യേണ്ടത്. കാരണം മാനേജ്മെന്റിനും അതുപോലെ പ്ലേയേഴ്സിനൊന്നും ഇല്ലാത്ത കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ആരാധകർ വെറുതെ കാണിച്ചു പോകും. സത്യാവസ്ഥ പറയാന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഇവിടെ ആണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഡ്രോ കിട്ടിയ സമയത്ത് നമുക്ക് എന്താ പറയാ, കുറച്ചുമാടി ഒരു പ്രതീക്ഷ ഉണ്ടായി ഈ ടീം തിരിച്ചു വരും എന്നുള്ളത്. പക്ഷെ ഇപ്പോ അതും അവസാനിച്ച്. പിന്നെ അറിയാത്തോണ്ട് ചോദിക്കാണ്, ഈ ഒരു AFFന് ആ പോയിന്റ് ടേബിൾ ഒന്നും തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കണ്ടറിഞ്ഞ് AFF ആ പോയിന്റ് ടേബിളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സോ വെരി ബാഡ്. അപ്പൊ എന്തായാലും അടുത്തൊരു മത്സരത്തിൽ പറ്റുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.